ഇവിടെ കിടന്നോളാം. താങ്ക്സ് അച്ഛാ. ഇന്നാണ് അച്ഛനായത്. ചേട്ടൻ നമ്മുടെ സുധീഷേ ഇങ്ങേരുത്. എടാ നികേഷൻ ഇതെന്താ പേടിക്കണ്ട സുധീഷേ. നാശം പിടിക്കാം. ഇങ്ങേർക്ക് മരണം വരെ പെണ്ണ് കിട്ടാതെ പോണേ ഭഗവാനെ. കശ്മരൻ. പോട്ടെ. ഓ താങ്ക് യു. എന്നെ നോക്കൊന്നും വേണ്ട. അച്ഛൻ പറഞ്ഞോണ്ട്. ഓ അച്ഛന്റെ വാക്ക് കേട്ട് മാത്രം നടക്കുന്ന ഒരുത്തനാണല്ലോ നീ. എന്നുണ്ടോ എന്താണ് ഇരിക്കുക? ഞാൻ കിടന്നു. സുഭാഷ് ചേട്ടാ, സുധീഷ് ചേട്ടൻ അകത്ത് കിടന്ന ചേട്ടൻ എന്താ പ്രശ്നം? നീ മിണ്ടാതെ കിടക്കാൻ നോക്ക്. ആദ്യമായിട്ട് അച്ഛൻ ഒരു നല്ല കാര്യം ചെയ്തതാ. ഇവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇവിടെയല്ലല്ലോ കിടന്നുറങ്ങേണ്ടത്. സുധീഷ് ചേട്ടൻ എന്തിനാ സുഭാഷ് ചേട്ടൻ പുറത്തിറക്കിയ? എന്നോടല്ല കിടന്നുറങ്ങാൻ പറഞ്ഞത്. ആദ്യം ഉത്തരം പറ. എടാ അതെ, എന്റെ കല്യാണം കഴിയുന്നവരെ ഇവിടെ കിടക്കും ഇവൻ ശബ്ദം ചെയ്തതല്ലേ. അപ്പൊ അതുവരെ ഇവിടെ കിടന്നാ മതി. നീ കിടക്കാൻ നോക്കടാ. വല്ലാത്ത ശബ്ദമായി പോയി. ചേട്ടാ അതെ, ശരിക്കും അങ്ങനെ ശബ്ദം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? എടാ കാപ്പി എടുക്കണപ്പോ അതോ പല്ല് വെച്ചിട്ട് മതിയോ? നീ ചോദിച്ചു കേട്ടില്ലേ? എന്താ പറ്റിയ? എന്താ പറ്റിയ? അറിയില്ല അല്ലെ? എടാ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഞാനെന്താ പറഞ്ഞു? ആഗ്രഹിച്ച ജീവിതം സ്വന്തമായി കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം നല്ലതായി കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആളാണ് സുഭാഷ് ചേട്ടൻ എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ അതങ്ങനെയല്ലെന്ന് മനസ്സിലായി. സുഭാഷ് അനിയന്മാരെ എന്ത് നന്നായി നോക്കുന്നതെന്ന് ആളുകൾ കൊണ്ട് പറയിപ്പിച്ച മാത്രം മതി സുഭാഷ് ചേട്ടന്. അത് മാത്രം. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ കാരണം പറ. എനിക്ക് കുത്തുവാക്കളൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ പറയണതാണോ കുറ്റം? വെറുതെ ആളെ വിഷമിപ്പിക്കാതെ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം ഹരീഷ്. ഇന്നലെ രാത്രി സുഭാഷ് ചേട്ടൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? സുധീഷ് ചേട്ടൻ ആ മുറിയിൽ നിന്ന് വിളിച്ചിറക്കി കൂടെ കിടത്തുമ്പോ സുഭാഷ് ചേട്ടൻ എന്താ പറഞ്ഞത്? സുഭാഷ് ചേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി അവർക്കൊരു ജീവിതം ആരംഭിക്കാൻ എന്ന്. അത്ര സ്വാർത്ഥനാവരുത് സുഭാഷ് ചേട്ടൻ. സുധീഷ് ചേട്ടൻ അങ്ങേരുടെ ഭാര്യയുടെ കൂടെ ഒരേ മുറിയിൽ പോയി ഉറങ്ങിയാൽ സുഭാഷ് ചേട്ടൻ എന്താ പ്രശ്നം? രാത്രി അച്ഛൻ സുധീഷ് ചേട്ടനെ വിളിച്ച് റൂമിലാക്കിയതല്ലേ? സുഭാഷ് ചേട്ടൻ എന്തിനാ ആളെ വിളിച്ചിറക്കിയത്? എടാ അത് സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിയുന്നവരെ അവർ രണ്ടായി ജീവിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണോന്ന്? അതെ അതന്നെ ശരി. എന്ത് ശരി? സുഭാഷ് ചേട്ടന്റെ മുന്നേ കല്യാണം കഴിച്ചുകൊണ്ട് സുധീഷ് ചേട്ടൻ ഭാര്യയുടെ ഒപ്പം ജീവിക്കാൻ പാടില്ല എന്നോ? അത് ഇവിടുത്തെ ശരിയാ. സുധീഷ് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഈ വിഷയം ഞാൻ ചോദിച്ചതാ. അന്ന് സുഭാഷ് ചേട്ടൻ പറഞ്ഞത് എന്താണെന്നറിയോ? സുധീഷ് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനം. ഇപ്പൊ എന്തിനാ സുധീഷ് ചേട്ടന്റെ സന്തോഷത്തിൽ വിലങ്ങതടിയാവാൻ പോണത്? സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിയണവരെ വേറൊരാള് ജീവിതം തുടങ്ങാൻ പാടില്ല എന്ന് പറയണതിൽ എന്ത് ന്യായമുള്ളേ? ഈ വീട്ടിൽ വേറെ ആരും ഇങ്ങനെ ചിന്തിച്ചാലും ഞാൻ വിട്ടുകളഞ്ഞാനെ. പക്ഷെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. മോശമായി പോയി സുഭാഷ് ചേട്ടൻ. സത്യം പറയല്ലേ ഭാസ്കരേട്ട, സഹിക്കാൻ പറ്റാണ്ടായി. എന്നും വൈകുന്നേരം ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോ ആ മൂദേവിയുടെ മോൻ കാണുമല്ലോ എന്ന് ഓർക്കുമ്പോ അതിന് നിന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. താൻ കണ്ടില്ലല്ലോ അല്ലേ? അതാണ് എന്റെ മരുമോള് നിധി. സുധീഷ് പ്രേമിച്ച് കെട്ടിക്കൊണ്ടുവന്നാ മോളെ. ഇത് സുധീരൻ. ധീരത പേരിൽ മാത്രമേ ഉള്ളൂ. ഭാര്യയുടെ അടുത്തെത്തപ്പോഴേ ധീരൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, നീ അവർക്ക് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തു. അതാ പ്രശ്നമായത്. സമാധാനം ഇല്ല ഭാസ്കരേട്ടാ. എങ്ങനെ ഉണ്ടാവും? എടാ ഭാര്യമാരെ ആദ്യം നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അതാദ്യം ചെയ്തില്ലെങ്കിൽ ഇതാവും അവസ്ഥ. എന്റെ സുധീര, നാരി ഭരിച്ചിടം, നാരകം വെച്ചിടം, കൂവളം കെട്ടിടം, നായ പെറ്റിടം നശിക്കുന്ന ചൊല്ല്. അത് മനസ്സിലാക്കി നമ്മളങ്ങ് പെരുമാറണം. വല്ലതും മനസ്സിലായോ? എടോ, പെണ്ണ് ഭരിക്കുന്ന വീടും നാരകം വെച്ച സ്ഥലവും കൂവളം ചീഞ്ഞു പോയ സ്ഥലവും നായ പെറ്റ സ്ഥലവും ഒരുപോലെ മുടിഞ്ഞു പോകുന്നാടോ. നിന്റെ കാര്യത്തിൽ വീട് ഭരിക്കുന്ന അവളാ ഭാര്യ. അപ്പൊ മുടിയും, സംശയമില്ല. ആണ് പറയുന്നതായിരിക്കണം വീട്ടിലെ നിയമം. ആണ് പിടിച്ച കയ്യാലെ കുടുംബം നടക്കണം. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു ചെറിയ കാര്യം കിട്ടിയാ അവൾ അതിനെ പിടിച്ചു തുടങ്ങും. പിന്നെ നമുക്ക് മിണ്ടാൻ പോലും സമയം കിട്ടില്ല. കലവിലാന്ന് ചിരച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ മിണ്ടരുത്. പിന്നെന്തേ? കവാലെ കുറിച്ച് നോക്കി ഒറ്റയടി കണ്ണീന്ന് പൊന്നിച്ചുറക്കണം, കാതിന്ന് പൊന്നിച്ച് മൂടണം. എന്നിട്ട് ശരിയല്ലെങ്കിലേ ഒരൊറ്റ വഴിയുള്ളൂ. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ കൊണ്ടാണ് ജയിലിലായിരുന്നു. അമ്മയെ അച്ഛൻ കൊന്നാണെന്നാ പോലീസുകാർ പറഞ്ഞത്. ഭാസ്കരേട്ട എന്താ ഈ പറയുന്നത്? എന്നിട്ട് ഞാൻ ജയിലിൽ പോകാനോ? ഇങ്ങനെ ചിത്രപഥം ചെയ്യുന്ന ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ കഴിയുന്നതല്ലേ സുധീര? എനിക്ക് ഭാസ്കരേട്ടന് അത്ര ധൈര്യമില്ല. അതിന് നിന്നോട് ആരാടാ കൊല്ലാൻ പറഞ്ഞേ? ഡിവോഴ്സ് കറോ മാൻ. അടക്കാൻ പറ്റില്ലെങ്കിൽ ഉപേക്ഷിക്കുക. അപ്പൊ അവള് താനെ തിരിച്ചു വന്നോളൂ. എടാ, പെണ്ണുങ്ങൾക്ക് മുടിക്ക് നീട്ടം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, ബുദ്ധിക്ക് നീട്ടം കുറവാ. അത് മനസ്സിലാക്കി പെരുമാറുന്നതാണ് ആണുങ്ങളുടെ ബുദ്ധി. മനസ്സിലായോ? എന്നാ ചെല്ലേ, എനിക്ക് വേറെ പണിയുണ്ട്. ശരി. മോളെ പോയോ? അതോ പേടിച്ചോടിയോ? എന്തായാലും നന്നായി. ഇതിന് ഭയം ഉള്ളിലിരിക്കട്ടെ. നികേഷ്, പുറത്തുനിന്നേ അച്ഛൻ ഒരാൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു. ഭാര്യമാരെ നിലക്കി നിർത്താൻ വേണ്ടുന്ന ടോക്സിക് ടിപ്പുകൾ. ആ സുധീരേട്ടനായിരിക്കും. അയാൾക്ക് എന്നും ഇതാ പണി. അച്ഛന്റെ അടുത്ത് വന്ന് സ്വന്തം ഭാര്യയുടെ കുറ്റം പറയില്ല. ഏട്ടത്തി മൈൻഡ് ചെയ്യണ്ട. നീ എന്താ നോക്കിക്കൊണ്ടിരുന്ന? എന്ത്? ഞാൻ വന്നപ്പോ പെട്ടെന്ന് ഫോൺ മറിച്ചല്ലോ. അതാണോ? ഞാനിങ്ങനെ ഒരു ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരുടെ ഫോട്ടോസ്? അതൊക്കെ ഉണ്ട്. ആഹാ, കൊള്ളാലോ ചെറുക്കൻ. മുഖത്തൊരു നാണൊക്കെ ഉണ്ടല്ലോ. അതെ, അത് കോളേജിലുള്ള കുട്ടിയാ. വെറും കുട്ടിയല്ലല്ലോ. അല്ല, അവള് BA എക്കണോമിക്സാ. അപ്പൊ നിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല? അല്ല, പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ് ഒരുമിച്ചാണല്ലോ. ഓഹോ. ചേച്ചി, കോളേജിലെ സ്റ്റാർ അവള്. ഇടുന്ന റീൽസ് ഒക്കെ എന്ത് പോപ്പുലർ അറിയാമോ? എല്ലാ പിള്ളേരും അവളെ ഓർമ്മിട്ട് ചെയ്തോണ്ടേയിരിക്കും. പക്ഷെ അവള് നോക്കുന്നത് എന്നെ മാത്രം. ആഹാ, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, സംസാരിക്കണം. ഇപ്പൊ പരസ്പരം ഫോട്ടോസ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമന്റ് അടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുരോഗമനം ഉണ്ട്. ചെറുതായിട്ട്. നികേഷ്, നീ ഒന്ന് കടയിൽ പോയിട്ടോ. ഇത്തിരി സാമ്പാർ പരിപ്പും പഞ്ചസാരയും ഉള്ളിയും ജീരകവും തേങ്ങയും കൂടെ വാങ്ങണം. എന്റെ സുഭാഷയുടെ പുറത്ത് ഭയങ്കര വെയിലാണേ. എടാ, ഈ കവല വരുന്ന പോയപ്പോരെ, നീ നോടി പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാം. അയ്യോ, അത് വേണ്ട, ഞാൻ പോകണം. എന്നാ ഒരുമിച്ച് പോവാം. അത് നല്ല ഐഡിയ. എന്നാ ഞാൻ ഡ്രസ് ഓർഡർ. അവനും നീയും വലിയ കമ്പനിയായല്ലേ? പിന്നെ
ഞങ്ങള് സെറ്റല്ലേ? ആ നിധി വരുന്നതിന് മുമ്പ് അവൻ ഈ കലിതമാശകളൊക്കെ കുറവായിരുന്നു. മിക്കവാറും ഊമയായിട്ടിരിക്കും. ഇപ്പൊ പക്ഷെ ഒരുപാട് മാറ്റമുണ്ട്. ഇവിടുന്ന് നിധി പോകുന്നോടെ അതില്ലാതാവുകയും ചെയ്യും. മോളെ മോക്ക് ഇവിടുന്ന് പോകണം. സുധീഷിനെ വിട്, ബാക്കിയുള്ളവർക്ക് വേണ്ടെങ്കിലും നിന്നൂടെ. അതെങ്ങനെ ശരിയാവും? മോളെ എവിടെയോ പോയി വാടകയ്ക്ക് താമസിക്കുന്നതിലും PG നോക്കുന്നതിലും നല്ലത് ഇവിടെ താമസിക്കുന്നതല്ലേ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. വേണ്ട സുഭാഷ് ഏട്ടാ, അത് ശരിയാവില്ല. നികേഷ് ഹരീഷൊക്കെ കരുതിയിരിക്കുന്നത് ഞാൻ അവരുടെ ശരിക്കുള്ള ഇടതീമയാണെന്നോ. ഇവിടെ ഞാൻ താമസിച്ച അധികം വൈകാതെ തന്നെ അവരത് അങ്ങനെയല്ലെന്ന് മനസ്സിലാവും. അപ്പൊ അവരെന്നെ തെറ്റിദ്ധരിക്കും. നടന്ന് അവരോടും പറഞ്ഞാൽ പോരെ. മോളെ വേറെ എവിടെയെങ്കിലും പോയി കഷ്ടപ്പെടുന്നതിലും നല്ലതല്ലേ ഇവിടെ നിൽക്കുന്നത്. അത് വേണ്ട, ശരിയാവില്ല. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിധിയുടെ ഇഷ്ടം. പോടെ ആ. പോടതി സാമ്പാർ പരിപ്പ് ജീരകം പിന്നെന്തായിരുന്നു പഞ്ചസാര, ഉള്ളി, തേങ്ങ. ഓർമ്മ വെച്ചേക്കണേ. അതാ കാശ്. പോടതി അതെ ബാക്കി കാശിനെ ഞങ്ങൾ ഐസ്ക്രീം ആയിക്കോട്ടെ. ആ. ശരി. നീ ഇങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഒരു കാര്യമില്ല സുധീഷ്. നിന്നോട് എന്റെ അടുത്തേക്ക് വരാതെ ഞാൻ പറഞ്ഞല്ലേ. ദേഷ്യപ്പെടാതെ തോമസ് ഏട്ടാ, ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേക്ക്. നിന്നോട് എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത്? എന്റെ മുന്നിൽ കണ്ടുപോലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. തോമസ് ഏട്ടാ, നിന്നോട് പൊക്കാണെന്നാ പറഞ്ഞത്. തോമസ് ഏട്ടൻ എന്നെ തല്ലേ, കഴുത്തിന് പിടിച്ച് പുറത്താകെ, അങ്ങനെ എന്ത് വേണേലും അയക്കോ. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് തോമസ് ഏട്ടൻ ഒന്ന് കേക്ക്. നീ വാചം പഠിച്ച് എന്നെ കുപ്പിയിലാക്കാൻ നോക്കല്ലേ. നിന്നെ കൊണ്ട് ഉണ്ടായിടത്തോളം മതി. തോമസ് ഏട്ടാ, ഞാൻ ഫോൺ വിളിച്ചിട്ട് തോമസ് ഏട്ടനെ എടുത്തില്ല. നേരിൽ വരാൻ കാണാന്ന് കരുതിയപ്പോ ഇങ്ങനെ മുഖം അടച്ചടക്ക് പറയല്ലോ തോമസ് ഏട്ടാ. ചേട്ടാ ഒന്നില്ലെങ്കിലും കുറച്ച് വർഷമായിട്ട് ഞാൻ തോമസ് ഏട്ടന്റെ വണ്ടികൾ ഓടിക്കുന്നതല്ലേ. അല്ലെ, ഇന്ന് വരെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പരാതികൾ വന്നിട്ടുണ്ടോ? അതിന് എല്ലാ കാലത്തേക്കും കൂടി ഉള്ളത് നീ ഒരുമിച്ച് തന്നല്ലോ, അത് മതി. തോമസ് ഏട്ടാ, അത് ഒരു 5 മിനിറ്റ് എനിക്കൊരു കാര്യം പറയണ്ട. അതൊന്ന് കേക്ക്. അത് കഴിഞ്ഞിട്ട് തോമസ് ഏട്ടൻ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. 5 മിനിറ്റ്. തോമസ് ഏട്ടൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു വർഷം മുമ്പ് തോമസ് ഏട്ടന്റെ അനിയന് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. തോമസ് ഏട്ടൻ എന്ന സ്ഥലത്തില്ല, ഗൾഫിൽ ഒരു വിസിറ്റിന് പോയിരിക്കായിരുന്നു. എന്ത് വേണോടാ സുധീഷ് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞെന്താന്ന് ഓർക്കുന്നുണ്ടോ? കൂടെ ആളില്ലാത്തതിന്റെ കുറവ് കൊണ്ടാണ് അവൻ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അവനോടൊപ്പം ഞാനും ഇല്ലാതാവുന്നു. 3 രാത്രികളും 3 പകലുകളും കൊണ്ട് ഞാൻ അറേഞ്ച് ചെയ്തതേ 30 കുപ്പി രക്തം, അത് നെഗറ്റീവ്. 4ാമത്തെ ദിവസം തോമസ് ഏട്ടൻ വന്നപ്പോ അപകടനില തരണം ചെയ്തു. അവൻ രക്ഷപ്പെട്ടു. അന്ന് ഡോക്ടർ എന്നെ ചൂണ്ടിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനോടാണ് തോമസ് ഏട്ടൻ നന്ദി പറയേണ്ടതെന്ന്. പക്ഷേ ഞാനത് പറയാൻ സമ്മതിച്ചില്ല. കാരണം എന്താ? ഞാനേ തോമസ് ഏട്ടനെ കണ്ടത് എന്റെ സുഭാഷ് ഏട്ടന്റെ സ്ഥാനത്തായിരുന്നു. നീ ഇങ്ങനെ സെന്റിമെന്റ്സ് ഇറക്കി എന്നെ ചാക്കലാക്കാൻ നോക്കല്ലേ. എന്തിനാ ഞാൻ ചാക്കിലാക്കി നോക്കുന്നത്? അന്ന് അത് ചെയ്തത് എന്തെങ്കിലും ലാഭം നോക്കിയിട്ടായിരുന്നെങ്കിലേ എനിക്ക് തോമസ് ഏട്ടൻ അന്ന് വെച്ച് നീട്ടിയ പണം എനിക്ക് വാങ്ങിക്കായിരുന്നല്ലോ. ഞാൻ അത് ചെയ്തോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പോ ചെറിയൊരു കാര്യം സംഭവിച്ചപ്പോ തോമസ് ഏട്ടനെ വ്യക്തിപരമായി ബാധിക്കുന്നതേ അല്ല. എന്നിട്ടും അതിന്റെ പേരിൽ പഴയതെല്ലാം തോമസ് ഏട്ടൻ അങ്ങ് മറന്നു. നീ ചെയ്തതേ അങ്ങനെ ഒരു കാര്യമാണ്. എന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ച ഒരാളെയാണ് നീ ഇങ്ങനെ ചതിച്ചത്. ശരി, സമ്മതിച്ചു, തെറ്റാണ്. പക്ഷെ അത് മനഃപൂർവ്വം ചെയ്താണെന്നാണ് തോമസ് ഏട്ടൻ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്റെ ഒരു ചേട്ടനല്ലേ. എനിക്ക് പറയാനുള്ള ന്യായത്തെ നിങ്ങൾ കേൾക്കട്ടെ. എന്ത് ന്യായ നിനക്ക് പറയാനുള്ളത്? ചേട്ടാ, ഞാൻ അവിടേക്ക് തോമസ് ഏട്ടൻ പറഞ്ഞു വിട്ട ഡ്രൈവറായിട്ട് തന്നെയാ പോയത്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ലെന്നേ. പക്ഷെ ആ കുട്ടിക്ക് എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞപ്പോ ഈ മനസ്സൊന്നും ആടിപ്പോയി തോമസ് ഏട്ടാ. അവള് എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറൊന്നും ആലോചിക്കാൻ തോന്നിയില്ലെന്നേ. ഞാൻ തോമസ് ഏട്ടനെയോ വീട്ടുകാരെയോ ആരെയും ഓർത്തില്ല. അത് തെറ്റ് തന്നെയാ, അറിയാം. പക്ഷെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ വേറെ എന്ത് ചെയ്യും തോമസ് ഏട്ടാ? നീ ഇപ്പൊ പറഞ്ഞാണ് പ്രശ്നം. ആ സമയത്ത് നീ നിന്നെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചത്. അതുവഴി മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിനക്ക് പ്രശ്നമേ അല്ല. തോമസ് ഏട്ടാ, നിങ്ങൾ ഒരിക്കൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? അല്ലെ? രാത്രി പെണ്ണിനെ ചാടിച്ച് മലയാറ്റൂര് മല കയറി പൊന്നിൻകുരിശ് മുത്തപ്പന്റെ മുന്നിൽ വെച്ച് താലി കെട്ടിയ കഥ എത്രയോ തവണ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. അത് കേട്ട് വളർന്നവനല്ലേ ഈ അനിയൻകുട്ടി. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഹീറോ ആരാ? തോമസ് ഏട്ടനല്ലേ? പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നത് ലോകത്തിന് കാണിച്ചു കൊടുത്ത നിങ്ങളെ ഞാൻ മാതൃകയാക്കിയത് തെറ്റാണോ തോമസ് ഏട്ടാ? പറ. തോമസ് ഏട്ടൻ ആ രാത്രി മലയാറ്റൂര് മല കയറിയത് എന്തുകൊണ്ടായിരുന്നു? ഇടുക്കി മലമുകളില് ഏക്കർ കണക്കിന് ഏലം കൃഷി ചെയ്തിരുന്ന ഒരു പ്ലാന്റേഷൻ മുതലാളിയുടെ മകന് ചേച്ചിയെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ഉറപ്പായപ്പോഴല്ലേ? ഞാനും അതേ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത് തോമസ് ഏട്ടാ. നിധിയുടെ അച്ഛനെ അവളെ ഒരു ഓസ്ട്രേലിയൻകാരനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവൾക്കാണെങ്കിൽ ഇഷ്ടമായിരുന്നില്ല, സത്യം. അത് പറയാൻ അവക്ക് ഞാനല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു തോമസ് ഏട്ടാ. പതിയെ ഒരാഴ്ച കൊണ്ട് അവക്ക് എന്നോട് ഇഷ്ടം തോന്നി. ഒരു രാത്രി കൊണ്ട് ഒളിച്ചോടാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അതാ ഉണ്ടായത്. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പതിയെ പ്രേമത്തിലായി അല്ലേ? ഞാൻ വിശ്വസിച്ചു. എടാ, എന്റെ ആഴ്ചയെ ഞാൻ പ്രേമിച്ചതേ 10 കൊല്ലം കൊണ്ടാ. 10 ദിവസം എടുത്തില്ല നീ. അത് ഈ ടെക്നോളജിയിലേക്ക് ഒരു മാറ്റാ തോമസ് ഏട്ടാ. ഈ പണ്ടൊക്കെ കാണാൻ തന്നെ എത്ര കാത്തു നിൽക്കണമായിരുന്നു. ഒന്ന് മിണ്ടണമെങ്കിൽ ആരുടെയൊക്കെ കണ്ണ് വെട്ടിക്കണം. പോട്ടെ, ഒരു കത്ത് എഴുതണമെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കിടക്കണമായിരുന്നു. ശരിയല്ലേ? അല്ലേ? അതൊക്കെ ശരിയാ. തമ്മിൽ കണ്ട് ഇഷ്ടമായതിനു ശേഷം 1 കൊല്ലം കഴിഞ്ഞാ ഞങ്ങൾ തമ്മിൽ മിണ്ടിയത്. എന്നാ ഇപ്പൊ അങ്ങനെയല്ല തോമസ് ഏട്ടാ. എല്ലാം ഇപ്പൊ ഓൺലൈൻ അല്ലേ? ഓൺലൈൻ ടാക്സി പോലെ ഓൺലൈൻ ലവ്. കണ്ടുമുട്ടി ഹായ്ഡാ എന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയല്ലേ? 4ാമത്തെ മെസ്സേജിൽ ചോദിക്കും കഴിച്ചോടാന്ന്. ഈ സ്മൈലീസ് ഉള്ളതുകൊണ്ടേ എത്ര പെട്ടെന്നാണെന്ന് അറിയോ കമ്മ്യൂണിക്കേഷൻ? ഒറ്റ ദിവസത്തെ മെസ്സേജ് മതി. 2ാമത്തെ ദിവസം കൃത്യസമയത്ത് മെസ്സേജ് വന്നിരിക്കും. ഹായ്ഡാ, മിസ് യുടാ, ഹഗ് യുടാ, ലവ് യുടാ, അങ്ങനെയൊക്കെ. 3 ദിവസം വേണ്ട കട്ട പ്രേമത്തിലാ. ചേട്ടാ,
ഒരു 10 ദിവസം ആകുമ്പോഴേക്കും ഏത് കാട്ടിലേക്ക് വേണേലും ഒളിച്ചോടാൻ മനസ്സുകൊണ്ട് തയ്യാറാവും. ഇതൊന്നും മനുഷ്യന്മാരുടെ കുഴപ്പമല്ല തോമസ് ചേട്ടാ. ടെക്നോളജി പ്രേമത്തെ ഒന്ന് ഈസിയാക്കി. ഈ നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സ്മൈലീസിനോട് പറയാലോ. അപ്പൊ ടെക്നോളജി ചലിച്ച കാമുകനാണ് നീ അല്ലേ? ഏറെക്കുറെ. തോമസ് ചേട്ടാ, അവളെ അവിടെ വിട്ടിട്ട് പോന്നിരുന്നെങ്കിൽ എന്റെ ജോലി പോകില്ലായിരുന്നു. പക്ഷെ അവളുടെ ജീവിതം പോവായിരുന്നു തോമസ് ചേട്ടാ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിലെ അവള് എനിക്കൊരു ബ്ലേഡ് കാണിച്ചു തന്നു. എന്തിനാ? എന്തിനാ നിനക്ക് ഷേവ് ചെയ്യാനോ? തോമസ് ചേട്ടാ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ തമാശാക്ക നിങ്ങള്. ഞാൻ അവളെ വിട്ടുപോരെയും അവളുടെ അച്ഛൻ ആ കങ്കവരനെ കൊണ്ട് കെട്ടിപ്പിക്കാൻ ചേർന്നെങ്കിലേ ആദ്യ രാത്രി തന്നെ ഞാനിപ്പോ മുറിച്ച് ചാവാൻ വേണ്ടി അവള് കരുതിയിരുന്ന ബ്ലേഡ് ആയിരുന്നു അത്. എനിക്കറിയാം തോമസ് ചേട്ടൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലി പിടിച്ച് മാപ്പ് ചോദിക്കാൻ എനിക്ക് പറ്റും. പ്ലീസ് തോമസ് ചേട്ടാ, എന്നോടൊന്ന് ക്ഷമിക്ക് പ്ലീസ്. ക്ഷമിക്കൂലേ? ഏതായാലും അത് കഴിഞ്ഞു. ഇതിപ്പോ ആ കുട്ടി എന്നോട് ഇറങ്ങി വരികയും ചെയ്തു. ആ കാരണത്തിൽ തോമസ് ചേട്ടൻ എന്നെ പിരിച്ചുവിട്ടാ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജോലി അന്വേഷിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. പക്ഷേ ഈ കാരണം കൊണ്ട് ഇവിടെ വിട്ട് പോവേണ്ടവനല്ല ഞാനെന്ന് എനിക്കൊരു തോന്നല്. ആ തോന്നല് തോമസ് ചേട്ടൻ ഉണ്ടെങ്കിൽ മാത്രം എന്നെ ട്രാവൽസിൽ ജോലി ചെയ്യാൻ അനുവദിക്കണം. തോമസ് ചേട്ടാ, ഇത്രയും കാലം ഒരു പരാതിയും കേൾപ്പിക്കാതെ ജോലി ചെയ്ത സുധീഷ് തന്നെ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു എന്നതുകൊണ്ട് മാത്രം തെറ്റുകാരനാണെന്ന് തോമസ് ചേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലും തോമസ് ചേട്ടന് കുറ്റബോധം തോന്നണം. തോമസ് ചേട്ടാ, എന്റെ നേരെ തെറ്റുകാരനാണെന്ന് തോമസ് ചേട്ടൻ ഒരു വിരൽ ചൂണ്ടുമ്പോ 3 വിരലും തോമസ് ചേട്ടന് നേരെ നിൽക്കുന്നത്. ആൻസി ചേച്ചിയുമായുള്ള തോമസ് ചേട്ടന്റെ ജീവിതം ഒരു പാഴ്വേലയല്ലെന്ന് തോമസ് ചേട്ടൻ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ തോമസ് ചേട്ടൻ എന്നെ സഹായിക്കണം. അച്ഛൻ എന്ത് പണിയെ കാണിച്ച് ഈ ആൽബം ഒന്നും വേണ്ടത് ഞാൻ ആ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞിരുന്നാണല്ലോ. എനിക്ക് മനസ്സിലാവണില്ല സുഭാഷ് ചേട്ടന് എന്ത് മാറ്റം ഉണ്ടായെന്ന്. സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിയുന്നവരെ സുധീഷ് ചേട്ടൻ ഒന്നും പാടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് എത്ര ക്രൂര. സുഭാഷ് ചേട്ടനൊക്കെ ഞങ്ങളുടെ മനസ്സിൽ